പൊക്കോ. കുടിക്കടാ കുടിക്കടാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജീവിച്ച ഭൂമിയാ. നീയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരുത്തിനെ വിട്ടുകള പട്ടികളെ. സാറേ അപ്പോ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാറ്. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ജീവിച്ച മരിച്ച ഒരു പോലീസുകാരന്റെ മോളായോണ്ട് കിട്ടിയ ജോലിയാ സാറ്. എനിക്കിപ്പോ പോലീസ് കുപ്പായം കാണുമ്പോ കുറ്റബോധാ സാറേ. ചില നേരത്ത് നമ്മുടെ നിസ്സഹായതയും ഒരു കുറ്റമാണ് സാറേ. ചിലർക്കെതിരെ എങ്ങനെ കയറി നിരങ്ങിയാലും ചോദിക്കാനും പറയാനും ആരും വരില്ലെന്നൊരു തോന്നലുണ്ട്. അതിന് ആയുസില്ല. ആയുസില്ലാത്ത വെറും തോന്നൽ മാത്രമാണത്. ഷഫിനെ പൂർത്തിയാക്കാതെ വെച്ചൊരു റിപ്പോർട്ടില്ലേ, ഒരു പാവം മനുഷ്യനെ ഇടിച്ചു കൂട്ടിക്കൊന്ന ആ റിപ്പോർട്ട്, അതങ്ങ് മുകളിലേക്ക് അയക്കണം. ഏത് സങ്കടത്തിലും ആൾക്കാരെ കൊട്ടിപ്പാടി രസിപ്പിച്ച ഒരു പാവം മനുഷ്യന്റെ കരച്ചിലുണ്ട് ഈ മുറിയിൽ. അത് നിങ്ങളുടെയൊക്കെ മറുപടി കാത്തു നിൽപ്പുണ്ട്. പറയണം നിങ്ങളൊക്കെ മറുപടി.
ആ 2 പോലീസുകാരുടെ കണ്ടീഷൻ അപ്പം എന്താ? സാർ ബോധം പോയിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞ് എന്തേലും പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞു. എന്താടോ ഇവിടുത്തെ CCTVക്ക് മാത്രം ഇത്ര കംപ്ലൈന്റ്? സാർ ആ വെള്ളത്തിന്റെ ലീക്ക് കാരണം CCTV പവർ ഓഫ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. വെള്ളത്തിന്റെ ലീക്ക് മാറ്റാൻ ഞാൻ ഇനി ഫോഴ്സിന് ഇറക്കണം. എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടോ? ഇല്ല സാർ, എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണ്. എവിടെ? എന്നിട്ട് എവിടെ പോയി നിങ്ങളുടെ CI? അയാളുടെ ഫോട്ടോ നമ്പറോ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടോ? ഏതോ ഒരുത്തൻ ഒരു ഫോട്ടോ കോപ്പിയായി വന്നിട്ട് എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ് അണ്ണാക്കിലടിച്ച് തന്നിട്ട് പോയി. യൂണിഫോം ഇട്ട് തലയും താഴ്ത്തി നിൽക്കാൻ കഴുതകള്. ഈ വിവരം എങ്ങാനും മീഡിയ അറിഞ്ഞ് എന്താ സംഭവിക്കാന്ന് വല്ല പിടിയുണ്ടോ? മൊത്തം ഡിപ്പാർട്ട്മെന്റാണ് നാണക്കേട്. ഞാനും നിങ്ങളടക്കം ഒരു 150 പേർക്ക് സസ്പെൻഷൻ അടിച്ച് കൈമ കിട്ടും. ഈ വിവരം പുറത്തു പോകാണ്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു പിസ്റ്റൾ ഉപയോഗിച്ചെന്ന് പറയുന്നു. ഒരു ബുള്ളറ്റ് പോലും പോയിട്ടില്ല. കുറെ കോളുകൾ ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോണിൽ നിന്നും. ഇവരൊക്കെ പേഴ്സണൽ ഫോണും അല്ലാതെ വേറെ ഒരു ഡിവൈസും കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തില്ല. ഈ സ്റ്റേഷന്റെ 360 ഡിഗ്രി ഫുൾ സ്ട്രക്ചറും പഠിച്ച് ഇവിടെയുള്ള പോലീസുകാരുടെ അടിയാധാരം വരെ തോണ്ടി. ഗ്യാസ് വണ്ടി മറിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേഷനിടെ മരിച്ച അബ്ബാസ് സാറിന്റെ മകൾ. അയാളിലേക്ക് എത്താനുള്ള ഒരു ക്ലൂ പോലും തരാതെ Who is this Rayat? അന്ന് ആ കോളനിയിലെ വേലയിനെ പഞ്ഞി കിട്ടപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഉത്തമൻ, അയാളിപ്പോൾ ഓഫ് ഡ്യൂട്ടിയാണ്. അതെ സാറേ, അയാൾക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് തന്നെ കൂടാതെ ഒരു ഉശിരൊരു ഇടിക്കാരനെ കൂടെ വേണം. ഉത്തമനെ ഞാൻ വിളിക്കാം സാറേ. തന്നെപ്പോലെ നല്ല 2 പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കിയെടുക്കും. അരവിന്ദ് സാറേ, ഞങ്ങളവിടെയൊക്കെ വാപ്പ മരിച്ച പെൺകുട്ടികളുടെ നല്ല കാലം തീർന്നെന്നൊരു ചൊല്ലുണ്ട്. ഇന്നലെ ആളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം എനിക്കെൻ്റെ വാപ്പനെ ഓർമ്മ വന്നേ. ആ കാറുകാരെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പിടിക്കണം എന്ന് പറഞ്ഞത് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനെന്ന് മനസ്സിലായില്ലേ? 8 വർഷമായി ഷഫ്ല ഞാൻ സർവീസിൽ. പക്ഷേ ഇന്നലെ ഒറ്റ രാത്രി ഞാൻ ശരിക്കും ഒരു പോലീസുകാരനായിട്ട് ഫീൽ ചെയ്തു. അതിനുള്ള ഒരു സല്യൂട്ട് അയാൾക്ക് എൻ്റെ വക ബാക്കിയുണ്ട്. അയാൾ മുമ്പിൽ നിന്നപ്പോൾ വല്ലാത്തൊരു ധൈര്യമായിരുന്നടാ. അവസാനം അയാൾ ട്രംപറ്റിലൊരു കൊതിപ്പിക്കുന്ന ട്രാക്ക് വായിച്ചു മോനെ.